പുഷ്പക വിമാനത്തെ നോക്കി ഭരതൻ വണങ്ങി. ഭരതനും ശത്രുഘ്നനുമൊക്കെ വിമാനത്തിൽ കയറി. ജ്യേഷ്ഠത്തിയെ വണങ്ങി. കൗസല്യാദേവി ശ്രീരാമനെ പുണർന്നു. ഭരതൻ പാദുകം വെച്ച് നമസ്കരിച്ചു. ഈ രാജ്യം ഞാൻ തിരികെ സമർപ്പിക്കുന്നു. എൻ്റെ ജന്മം സഫലമായി. രാജ്യത്തെ ഭണ്ഡാരം 10 മടങ്ങ് സമ്പാദ്യവുമുണ്ട്. രാജ്യത്തെ ജനങ്ങളെ, അതായത് ഞങ്ങളെ, ഭുവനത്തെ ഒക്കെ അങ്ങ് പരിപാലിക്കണമെന്നും ഭരതൻ ശ്രീരാമനോട് അറിയിക്കുന്നു. രാജ്യാഭിഷേകം. കുബേരനിൽ നിന്നു രാവണൻ സ്വന്തമാക്കിയ പുഷ്പക വിമാനത്തെ അളകാപുരിയിലേക്ക് തന്നെ മടക്കി അയച്ചു ശ്രീരാമൻ. താൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം വരണമെന്നും അറിയിച്ചു. ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ പാദം തൊട്ട് നമസ്കരിച്ചു. രാജാവാകാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചു. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സഹോദരന്മാർ 4 പേരും കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കും മുൻപ് ജട ഒഴിവാക്കി. നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും സുഗന്ധലേപനങ്ങളും ഒക്കെ ധരിച്ചു. സീതയെയും അലങ്കരിച്ചു. മുനിവേഷധാരികളിൽ നിന്ന് രാജാക്കന്മാരിലേക്കുള്ള മാറ്റം പെട്ടെന്നായിരുന്നു. അതിഥികളായി വന്ന വാനര സ്ത്രീകളെയും കൗസല്യ അലങ്കാരങ്ങൾ നൽകി സൽക്കരിച്ചു. എല്ലാവരും രഥങ്ങളിൽ കയറി താതാലയം സന്ദർശിച്ചു, വന്ദിച്ചു. ബാക്കിയുള്ള കവികളും പത്നിമാരും ആനപ്പുറത്തുമൊക്കെയായി കൊട്ടാരത്തിലേക്ക് വന്നു. ഭരതൻ എല്ലാവരെയും വേണ്ടും വണ്ണം സൽക്കരിച്ചു. ഭരതന്റെ ആവശ്യപ്രകാരം സുഗ്രീവനും ഹനുമാനും അംഗദനുമെല്ലാം ചേർന്ന് 4 നദിയിലെ ജലമെത്തിച്ചു. മാത്രമല്ല അഭിഷേകത്തിനു വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു. സീതാദേവി ഇടതുവശത്തും ജംബാലി മുനി, ഗൗതമ മുനി, രാജഗുരുവായ വസിഷ്ഠ മുനി, ബ്രാഹ്മണർ തുടങ്ങിയവർ വലതുവശത്തും നിന്നു. അഭിഷേകം തുടങ്ങി. അങ്ങനെ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരതന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്തു.